ഇന്റഗ്രേറ്റഡ് സ്കൂൾ? എന്തിനാണ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ? നീറ്റിന്റെ കാര്യത്തിലാണെങ്കിൽ സിലബസ് സെറ്റ് ചെയ്യാൻ ഡോക്ടേഴ്സ് ഉണ്ട്. ടഫുള്ള ചാപ്റ്റർ നമ്മൾ ആ ബുക്കിൽ നോട്ട് ചെയ്തിട്ട് പിന്നെ അത് മെല്ലെ മെല്ലെ ആ ചാപ്റ്റർ ശരിയാക്കി എടുക്കും. +1 +2 കഴിഞ്ഞ് നമ്മളൊരു കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ പോകുമ്പോൾ ആ രീതിയിൽ എഡ്യൂക്കേഷനോട് നമുക്ക് വലിയ യൂസ് വരാൻ പോകണില്ല. മാത്രമല്ല മെൻറ്റേഴ്സ് ഉണ്ട്, നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഓരോട് പോയി പറയാം. പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിപ്പിക്കുക, അതുപോലെ തന്നെ റിലാക്സേഷൻ്റെ സമയത്ത് നമ്മൾ റിലാക്സ് ആയിട്ട് നിൽക്കുന്ന ഇങ്ങനെ ഓരോ പ്രോഗ്രാം ഒക്കെ തരിക എന്നുള്ളതാണ് ഡോപ്പൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്. എന്താണ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ? എന്തിനാണ് ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറയുന്നത് എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു കാര്യമാണ്. എനിക്കും അതുപോലെ തന്നെ ഡൗട്ടുള്ള ഒരാളായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ പഠിക്കുന്നത് ഡോപ്പ ഇന്റഗ്രേറ്റഡ് സ്കൂളിലാണ്. അപ്പോൾ ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു എൻട്രൻസ് എക്സാമിന് 10th കഴിഞ്ഞതിന് ശേഷം തന്നെ നമ്മൾ എന്ത് ചെയ്യുക, നല്ല അഗ്രസീവായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ഒരു സംവിധാനമാണ് ഈ ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറയുന്നത്. സാധാരണയായിട്ട് കേരളത്തിലൊക്കെ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ +2 കഴിഞ്ഞതിന് ശേഷമാണ് ഏതൊരു എൻട്രൻസ് എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്. പക്ഷെ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ നേരത്തെ എന്ത് ചെയ്യും പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ അവരെ കൂടെ നമുക്ക് മത്സരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടെ നല്ലപോലെ നോക്കണം. അതുകൊണ്ട് തന്നെ നമ്മൾ 10th കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി തുടങ്ങണം. അതാണ് എന്തെന്ന് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് സ്കൂൾ എന്ന് പറയുന്നത്. എനിക്ക് ഫീൽ ചെയ്ത കാര്യം എന്ന് വെച്ചാൽ ഡോപ്പൊക്കെ ഒരു സ്ട്രക്ചർ ഉണ്ട്. എന്ന് വെച്ചാൽ നീറ്റിൻ്റെ കാര്യത്തിലാണെങ്കിൽ സിലബസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഡോക്ടേഴ്സ് ഉണ്ട്, എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് ഉണ്ട്. ഇതേപോലെ തന്നെയാണ് ക്ലാസ് എടുക്കുന്ന കാര്യത്തിൽ. ക്ലാസ് എടുക്കാനായിട്ട് ഇവിടെ മെഡിക്കൽ കോളേജിൽ നിന്ന് ഇറങ്ങിപ്പോയ ഡോക്ടേഴ്സാണ്, അതുപോലെ തന്നെ എക്സ്പെർട്ട് ഫാക്കൽറ്റീസും ഉണ്ട്. പിന്നെ മെൻറ്റർഷിപ്പ് ആണെങ്കിൽ ഇപ്പോൾ ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ പഠിച്ചു വരുന്ന സ്റ്റുഡൻസ് ആണ് മെൻറ്റേഴ്സ് ആയിട്ട് നമുക്ക് വരുന്നത്. ഡോപ്പേൻ്റെ അക്കാഡമിക്സിൽ എനിക്ക് ഇഷ്ടമായ കാര്യങ്ങൾ മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടോയെന്ന് അറിയില്ല, എന്നാലും ഡോപ്പേൻ്റെ സ്പെഷ്യാലിറ്റി പറയുന്നത് ഡെയിലി 300 ക്വസ്റ്റ്യൻസ് ചെയ്യും. അതായത് ഡെയിലി 100 എന്ന് പറഞ്ഞിട്ട്, പക്ഷെ ഒറ്റയടിക്ക് 300 ക്വസ്റ്റ്യൻസ് ചെയ്യില്ല, പതിയെ 300 ക്വസ്റ്റ്യൻസ് ചെയ്യും. പിന്നെ മിഷൻ NCERT ഒരു കോർട്ട് റൂം പോലെ സെറ്റ് ചെയ്തിട്ട് പരസ്പരം ബയോളജി ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പിന്നെ ബ്ലാക്ക് ബുക്ക്, നമുക്ക് ടഫുള്ള ചാപ്റ്റർ നമ്മൾ ആ ബുക്കിൽ നോട്ട് ചെയ്തിട്ട് പിന്നെ അത് മെല്ലെ മെല്ലെ ആ ചാപ്റ്റർ ശരിയാക്കി എടുക്കും. പിന്നെ വൈറ്റ് ബുക്ക്, ഇക്വേഷൻസ് ഒക്കെ ചെറിയ ചെറിയ രീതിയിൽ നോട്ട് ചെയ്ത് വെക്കും. ഇത് നമ്മൾ അങ്ങോട്ട് പോകുന്ന സമയത്ത് എക്സാമിന് അടുപ്പിച്ച് ഭയങ്കര യൂസ്ഫുൾ ആയിരിക്കും, പെട്ടെന്ന് റിവിഷൻ ചെയ്യാൻ വേണ്ടി യൂസ്ഫുൾ ആയിരിക്കും. പിന്നെ ഉള്ളത് ചാപ്റ്റർ ഷൂട്ട്, NCERTൻ്റെ ബാക്കിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക. പിന്നെ മിഷൻ 300 എല്ലാ ചാപ്റ്ററിനും മെയിൻലി ഫിസിക്സിന് നമ്മൾ 300 ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യും. ഫിസിക്സും കെമിസ്ട്രിയാണ് മെയിനായിട്ട് ചെയ്യുക. ഇതെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും ഒരു ഡിഫൻസ് പോലെ നടത്തും. അതായത് ഒരു ക്വസ്റ്റ്യൻ പ്രൊജക്റ്റിൽ കാണിക്കും, നമ്മൾ ആ ക്വസ്റ്റ്യൻ വർക്ക്ഔട്ട് ചെയ്ത് ആദ്യം കാണിക്കാം. ഡോപ്പയിലെ മറ്റ് ഫീച്ചേഴ്സാണ് നമുക്ക് AC ക്ലാസ് റൂം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല നമുക്ക് മോർണിംഗിൽ മീറ്റിംഗ് അറേഞ്ച് ചെയ്യും. എന്നും മീറ്റിങ്ങിൽ നമുക്ക് മെൻ്റൽ ഹെൽത്ത് ആയിട്ട് വേണ്ട മോട്ടിവേഷൻസ് ഒക്കെ സാറുമാർ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് മാത്രമല്ല മെൻറ്റേഴ്സ് ഉണ്ട്, നമുക്ക് എന്താവശ്യം ഉണ്ടെങ്കിൽ ഓരോട് പോയി പറയാം. പിന്നെ മാത്രമല്ല നമുക്ക് എന്ത് ഡൗട്ടും ക്ലിയർ ചെയ്യാം, എപ്പോൾ വേണമെങ്കിലും കോൺടാക്ട് ചെയ്യാം. ഡോപ്പ ടാബും പ്രൊവൈഡ് ഉണ്ട്, അതിൽ വല്ല കോൺടാക്ട്സും ഉണ്ടാവും. ഇത്രയും കേട്ടപ്പോൾ നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടാവുമ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു അക്കാദമിക്സ് ആണെന്ന്. പക്ഷെ അങ്ങനെയല്ല, നമുക്കിവിടെ കുറേ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും ഇവിടെ നമുക്കുണ്ട്. ഫസ്റ്റ് ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ ഫ്രഷേഴ്സ് ഡേ ഡോപ്പാമിൻ ആയിട്ടുള്ള പ്രോഗ്രാം ആയിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ ആർട്സ് ആയിട്ട് ആവേശം, അതുപോലെ തന്നെ സ്പോർട്സ് ഒക്കെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പിന്നെ ഉണ്ടായിട്ടുണ്ടായിരുന്നതാണ് ഞങ്ങൾക്ക് റെഡ് കാർപ്പറ്റ്. അത് ഭയങ്കര മോട്ടിവേഷണൽ ആയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. കാരണം ഞങ്ങൾക്ക് എന്ന് വെച്ചാൽ ഞങ്ങളുടെ മുന്നേ നീറ്റ് കിട്ടി പോയിട്ടുള്ള ആളുകൾ നമുക്ക് എന്ത് ചെയ്യും, ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ ഞങ്ങളെല്ലാവരും കൂടെ നടത്തിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു സൂപ്പർ എക്സ് എന്ന് പറയുന്നത്. അതായത് 10th കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു. അതിന് കുറേ സയൻറ്റിസ്റ്റ്, അങ്ങനെ കുറേ പ്രമുഖരായിട്ടുള്ള ആളുകളൊക്കെ വന്നിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരുന്നു അത്. അതായത് പഠിക്കേണ്ട സമയത്ത് നമ്മൾ പഠിപ്പിക്കുക, അതുപോലെ തന്നെ റിലാക്സേഷൻ്റെ സമയത്ത് നമ്മൾ റിലാക്സ് ആയിട്ട് നിൽക്കുന്ന ഇങ്ങനെ ഓരോ പ്രോഗ്രാം ഒക്കെ തരിക എന്നുള്ളതാണ് ഡോപ്പൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത്.